ദൈവമേ, ഇവര് വർമ്മ സാറിനൊപ്പം കയറിയിരിക്കുന്നു. അയ്യോ, അളിയന്റെ അമ്മ ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. എന്താ രാജു? അല്ല, അളിയന്റെ അമ്മയ്ക്ക് ഒരു ഫോൺ വന്നു. അളിയന്റെ അമ്മ പോയിട്ട് പോരെ. അമ്മ ഒന്ന് ഇവിടെ ഇരുന്നേ. എന്താ ഞാൻ അവിടെ ഇരുന്നാ? വർമ്മ സാറ് മിനിസ്റ്ററാ. സാറിനെ കാണാൻ കളക്ടർമാരും പോലീസ് ഓഫീസേഴ്സ് ഒക്കെ വരും. അളിയന്റെ അമ്മ ഇവിടെ അങ്ങോട്ട്. അയാള് മന്ത്രിയാണെങ്കിൽ ഞാനെന്താ വേണം? അമ്മ ഇരുന്നേ. ഇവന്റെയൊക്കെ ഒരു കാര്യം സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. തേടാ ഒരവതാരം. ഇതെന്തോന്ന് ഫാൻസി ഡ്രസ്സാ? ഫാൻസി ഡ്രസ് അല്ലടാ, നമ്പർ 1 കൺട്രിയാ. ആ രാജുവിന്റെ അളിയനില്ലേ, ജയന്റെ അമ്മയാ. ഓണാഘോഷത്തിന്റെ ഗസ്റ്റാ. വാ, നമുക്കൊന്ന് മുട്ടി നോക്കാം, കുറച്ച് ചിരിക്കാന്നേ. നമസ്കാരം. നമസ്കാരം. അല്ല, എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളു. ആ, വല്ലതും കഴിച്ചോ? അയ്യോ, കഴിച്ചില്ല, കഴിക്കണം. ആ, മൃഷ്ടാനം കഴിച്ചോളൂ. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇവൻ ഏതാ? എന്നെ ഇവനെന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ പല്ലടിച്ച് ഞാൻ കൊഴിക്കും. ദീപക്കേ? അല്ല, എന്താടാ നിന്റെ പേര്? എന്റെ പേര് ദീപക്. ആ പേര് വിളിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. എടാ പോടാന്ന് വിളിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഇവൻ എന്തൊരു സാധനം. മോരടൻ മൂച്ചാട്ട. ഇവന്റെ തന്തയും തള്ള ആരാ? ഞാനാ ഇവന്റെ അമ്മ. അയ്യോ, സോറി മാഡം. ഇവന് മാഡത്തിന്റെ ഒരു ചായയും ഇല്ല, അപ്പന്റെ ചായ ആയിരിക്കും. ഇവന്റെ അപ്പന്റെ പേരെന്തുവാ? അല്ല, അയാള് ജീവിച്ചിരിപ്പുണ്ടോ തട്ടിപ്പോയോ? ദേ കിളവി, മര്യാദയ്ക്ക് സംസാരിച്ച ഈ ഓണാഘോഷത്തിന് പങ്കെടുക്കാം, ഇല്ലെങ്കിൽ അടിച്ച് ഞാൻ പുറത്താക്കും. നടക്കടാ. രാജു, അത് കഴിഞ്ഞ് ഇവിടെ വെക്കേ. ഞാൻ ഇത് ഫില്ല് ചെയ്യാം. അപ്പോ നന്നായിട്ട് നിറയ്ക്കേ. എല്ലാരും വന്നല്ലോ. വാ. രാധമ്മേ, വരില്ല എന്ന് ഞാൻ അംബികയോട് പറഞ്ഞതാ. പിന്നെ വർമ്മ സാറിന് എന്ത് തോന്നുമെന്ന് കരുതി വന്നതാ. രാധമ്മേ,